നമസ്കാരം TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തിരൂർ പോസ്റ്റൽ സൂപ്രണ്ടിന്റേത് തൊഴിലാളി ദ്രോഹ നടപടികളെന്ന് പ്രതിഷേധവുമായി ജീവനക്കാർ. സൂപ്രണ്ട് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. ധർണാ സമരം സൂചനയെന്ന് പ്രതിഷേധക്കാർ. താനാളൂർ പുളിക്കത്ത് കുഞ്ഞിപ്പാത്തുമ്മയുടെ മരണം സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരണമെന്ന് CPM. ഫോറൻസിക് റിപ്പോർട്ട് വൈകുന്നതിലും സംശയം. അന്വേഷണം മറ്റൊരു ഏജൻസിക്ക് കൈമാറണമെന്നും CPM താനാളൂർ ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. മലബാർ സമര പോരാളികളെ രക്തസാക്ഷി പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധം. യൂത്ത് ലീഗ് പ്രതിഷേധ സായനം സംഘടിപ്പിച്ചു. മതേതര ജനാധിപത്യ വിശ്വാസികൾ ചെറുത്തുതോൽപ്പിക്കണമെന്ന് യൂത്ത് ലീഗ്. കോവിഡിന്റെ മറവിൽ ജനത്തെ പിഴിഞ്ഞ് ഖജനാവ് നിറയ്ക്കാൻ നിർദ്ദേശം നൽകുന്ന സർക്കാർ നയത്തിൽ പ്രതിഷേധം. തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ തിരൂരിൽ ധർണ നടത്തി. കുതിച്ചുയർന്ന കേരളത്തിലെ പ്രതിദിന കോവിഡ് കേസുകളും DPR-ഉം. 24,296 പുതിയ രോഗികൾ. മലപ്പുറത്തും രോഗബാധ ഉയർന്നു. 2,778 പേർക്ക് രോഗബാധ. DPR 19.83%. വിശദമായ വാർത്തകളിലേക്ക്. തിരൂർ പോസ്റ്റൽ സൂപ്രണ്ടിന്റേത് തൊഴിലാളി ദ്രോഹ നടപടികളെന്ന് NFPA-യുടെ നേതൃത്വത്തിൽ ദ്വിദിന ധർണയ്ക്ക് തുടക്കമായി. സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ NFPA സംസ്ഥാന കൺവീനർ PK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ധർണ സൂചനയെന്നും ജീവനക്കാരെ ദ്രോഹിക്കുന്ന സമീപനം തുടർന്നാൽ ശക്തമായ സമരപരിപാടികളുമായി ജീവനക്കാർ രംഗത്തിറങ്ങുമെന്നും PK മുരളീധരൻ. നിസ്സാര കാര്യങ്ങൾക്ക് ജീവനക്കാർക്കെതിരെ ചാർജ് ഷീറ്റ് നൽകിയത് പിൻവലിക്കുക, ജീവനക്കാർക്കെതിരെ പ്രതികാര ബുദ്ധിയോടെയുള്ള നടപടി അവസാനിപ്പിക്കുക, കടുത്ത സ്റ്റാഫ് ഷോർട്ടേജ് പരിഹരിക്കാൻ ആവശ്യമായ ഔട്ട്സോഴ്സിംഗ് നൽകുക, ആരോഗ്യ കാരണങ്ങളാൽ വളണ്ടറി റിട്ടയർമെന്റിന് അപേക്ഷിച്ച GDS ജീവനക്കാരുടെ അപേക്ഷകളിൽ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് NFPA ധർണ നടത്തിയത്. സംസ്ഥാന കൺവീനർ PK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ധർണാ സമരം സൂചന മാത്രമാണെന്നും ജീവനക്കാരെ ദ്രോഹിക്കുന്ന നടപടികളുമായി മുന്നോട്ടു പോയാൽ ജീവനക്കാർ പ്രത്യക്ഷ സമരത്തിനിറങ്ങുമെന്നും മുരളീധരൻ അറിയിച്ചു. ഉയർന്ന ഓഫീസർമാരെ പ്രീതിപ്പെടുത്താൻ നല്ലത് കുറെ ആളെ ശിക്ഷിക്കുക. ഈ പോലീസുകാരെ കൊണ്ട് പറയാറുണ്ട് ഒരു ഹയറാർക്കിയില് എന്നെ എടാന്ന് വിളിച്ചു, ഞാൻ 10 എടാന്ന് വിളിച്ചു എന്നാണ് താഴത്തേക്ക്. അങ്ങനെ വേണ്ട. എനിക്ക് ചീത്ത കേട്ടാൽ എനിക്ക് താഴെയുള്ളവരെ തോന്നിയത് ഞാൻ വിളിക്കുന്നതാണ്. ഇതാണോ മനുഷ്യത്വം എന്ന് പറയുന്നത്? നിങ്ങൾക്ക് മുകളിലുള്ളവരോട് പ്രതികരിക്കാൻ പറ്റാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നോക്കിക്കോ. ഓഫീസർമാരെ മുകളിലുള്ളവരെ ഏറ്റവും ഉയർന്ന ശ്രേണിയിലുള്ളവരെ തൃപ്തിപ്പെടുത്താൻ നല്ലത് ഒന്ന് ആഫീസ് അടച്ചു കൂട്ടോ. ഞാൻ ഇത്ര ആഫീസ് അടച്ചു, ഞാൻ ഇത്ര അലവൻസ് വെട്ടിക്കുറച്ചു, ഞാൻ എക്സ്പെൻഡിച്ചർ കുറച്ചു. എന്റെ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുന്നത് നിങ്ങൾ പാവപ്പെട്ട ID കാരന് ബാഗ് കൊണ്ടുപോകാൻ കൊടുക്കുന്ന കാശ് കൊടുക്കാതിരിക്കുക. ഇതൊക്കെയല്ലേ നിങ്ങൾ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുന്നത്. അവന്റെ പെയ്ഡ് ലീവ് കൊടുക്കാതിരിക്കുക, അർഹതപ്പെട്ട പെയ്ഡ് ലീവ്. ശിവേഷ് കുമാർ, TP പരമേശ്വരൻ, K അബ്ദുള്ള, CP ബഷീർ, MP ശ്രീനിവാസൻ, KV ഷീജ എന്നിവർ നേതൃത്വം നൽകി. ഡിവിഷണൽ പ്രസിഡന്റ് VV സുധീർ അധ്യക്ഷനായിരുന്നു. ഡിവിഷണൽ സെക്രട്ടറി AK സനൂപ് സ്വാഗതവും റിജേഷ് നന്ദിയും പറഞ്ഞു. താനാളൂർ സ്വദേശിനി പുളിക്കത്ത് കുഞ്ഞിപ്പാത്തുമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം ബന്ധുക്കൾ ഉയർത്തിയ കൊലപാതകാരോപണത്തിലെ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരണമെന്ന് CPIM താനാളൂർ ലോക്കൽ കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നിരപരാധികൾ മർദ്ദനത്തിനിരയായിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും CPM ആവശ്യപ്പെട്ടു. 85-കാരിയായ പുളിക്കത്ത് കുഞ്ഞിപ്പാത്തുമ്മ ഭർത്താവിന്റെ മരണശേഷം സഹോദരപുത്രന്റെയും കുടുംബത്തിനുമൊപ്പമാണ് കഴിഞ്ഞിരുന്നത്. ഇതിനിടയിൽ 2020 ഡിസംബർ 30-നാണ് മരണം സംഭവിക്കുന്നത്. ചില ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് ബന്ധുവായ പുളിക്കത്ത് മിർഷാദിനെ പോലീസ് കസ്റ്റഡിയിലെത്തി ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായി ക്രൂരമായി മർദ്ദിച്ചതായും ആരോപണം ഉയർന്നിട്ടുണ്ട്. നിരപരാധികൾ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് CPM നേതാക്കൾ ആവശ്യപ്പെട്ടു. ഖബറിൽ നിന്നെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുകയും അതിൻ്റെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 1 വർഷക്കാലത്തോളം ആവാൻ വേണ്ടി പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ നാട്ടിലെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്ന രീതിയിലേക്ക് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നാണ് CPIM-ന് താനാളൂർ ലോക്കൽ കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് അവരുടെ തന്നെ ഒരു ബന്ധുവിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും മാരകമായി ഉപദ്രവിച്ചു എന്നുള്ള ആരോപണം നിലനിൽക്കുകയാണ്. അതിൽ സത്യാവസ്ഥ ഉണ്ടെങ്കിൽ അയാൾ കുറ്റക്കാരനല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിലേക്കുള്ള നടപടികൾ സ്വീകരിച്ച ആളുകൾക്കെതിരെ അന്വേഷണം നടത്തി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കണമെന്നും ഈ അവസരത്തിൽ ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്. ഖബർ തുറന്ന മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തി മാസങ്ങൾ പിന്നിട്ടിട്ടും കേസിൽ പുരോഗമനമുണ്ടാവാത്തതും ഫോറൻസിക് റിപ്പോർട്ട് വൈകുന്നതിലും സംശയം ജനിപ്പിക്കുന്നുണ്ട്. അന്വേഷണം അനന്തമായി നീളുകയാണെങ്കിൽ കേസ് മറ്റൊരു ഏജൻസിക്ക് കൈമാറണമെന്നും CPM താനാളൂർ ലോക്കൽ കമ്മിറ്റി നേതാക്കൾ ആവശ്യപ്പെട്ടു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഇപ്പോൾ 1 വർഷത്തോളം അടുക്കുകയാണ്. ലോക്കൽ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടത്താൻ കഴിയുന്നില്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസികളെ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടി സ്വീകരിക്കണമെന്നാണ്
പാർട്ടിക്ക് ഈ കാര്യത്തിൽ ആവശ്യപ്പെടാനുള്ളത്. CPIM താനൂർ ഏരിയ കമ്മിറ്റി അംഗം P. രാജേഷ്, താനൂർ ലോക്കൽ സെക്രട്ടറി P. അബ്ദുൽ ലത്തീഫ്, താനൂർ പഞ്ചായത്ത് അംഗം റസാഖ് ഇടമരത്ത്, ആയപ്പള്ളി മനാഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. +1 പ്രവേശനത്തിന് ചൊവ്വാഴ്ച മുതൽ അപേക്ഷ സമർപ്പിക്കാം. സെപ്റ്റംബർ 3-നാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. ട്രയൽ അലോട്ട്മെന്റ് സെപ്റ്റംബർ 7-നും ആദ്യ അലോട്ട്മെന്റ് 13-നും നടക്കും. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി, വെക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഇന്നു മുതൽ അപേക്ഷ നൽകാം. അപേക്ഷിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 3-നാണ്. ട്രയൽ അലോട്ട്മെന്റ് സെപ്റ്റംബർ 7-ന്, ആദ്യ അലോട്ട്മെന്റ് 13-നും നടക്കും. നിലവിലെ സംവരണത്തിന് പുറമെ മുന്നോക്ക വിഭാഗങ്ങൾക്ക് 10% സംവരണം തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. എയ്ഡഡ് സ്കൂളുകൾക്ക് 20% മാനേജ്മെന്റ് കോട്ടയും 10% സീറ്റുകളിൽ സ്കൂൾ നടത്തുന്ന സമുദായത്തിലെ കുട്ടികൾക്കുള്ള കമ്മ്യൂണിറ്റി കോട്ടയും നിലനിർത്തി. കുട്ടികൾ കുറവായ ബാച്ചുകൾ മലബാർ മേഖലയിലെ സർക്കാർ സ്കൂളിലേക്ക് മാറ്റാനും തീരുമാനിച്ചിട്ടുണ്ട്. മലപ്പുറം DCC അധ്യക്ഷനായി VS ജോയിയുടെ പേര് ഉയർന്നു കേൾക്കുന്നു. ഉമ്മൻചാണ്ടിയും ജോയിയുടെ പേര് പിന്തുണച്ചതോടെ ആര്യാടൻ ഷൗക്കത്തിന്റെ സാധ്യത മങ്ങുകയാണ്. ഇത് ആര്യാടൻ ക്യാമ്പിൽ കടുത്ത അമർഷത്തിനിടയാക്കിയിട്ടുണ്ട്. DCC പ്രസിഡന്റുമാരുടെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന സൂചന വന്നതോടെ മലപ്പുറം DCCയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് KPCC ജനറൽ സെക്രട്ടറി VS ജോയിയുടെ പേര് ഒന്നാമതെത്തിയിട്ടുണ്ട്. സാംസ്കാരിക സമിതി ചെയർമാനും KPCC അംഗവുമായ ആര്യാടൻ ഷൗക്കത്തിന് സാധ്യത ഇതോടെ മങ്ങുകയാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും VS ജോയിയുടെ പേര് നിർദ്ദേശിച്ചത് ആര്യാടൻ ക്യാമ്പിൽ കടുത്ത അമർഷത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ജില്ലയിലെ A ഗ്രൂപ്പിൽ ആര്യാടൻ വിരുദ്ധപക്ഷം മേൽക്കോയ്മ നേടിയതും I ഗ്രൂപ്പിൽ നിന്നും KC വേണുഗോപാലിന്റെ ഗ്രൂപ്പിലെത്തിയ ജില്ലയിലെ ഏക MLA AP അൽകുമാറിന്റെ നീക്കവും ആര്യാടൻ ഷൗക്കത്തിന് തിരിച്ചടിയായി. KPCC പ്രസിഡന്റ് K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവരുടെ പിന്തുണയും KC വേണുഗോപാലിന്റെ നിലപാടും VS ജോയിക്ക് അനുകൂലമായി. KSU സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിലുള്ള പ്രവർത്തനവും ഗ്രൂപ്പിനതീതമായ കോൺഗ്രസ് നേതാക്കളുമായുള്ള ബന്ധവും VS ജോയിയുടെ സാധ്യത കൂട്ടി. ആര്യാടൻ മുഹമ്മദിന് തട്ടകമായ നിലമ്പൂരിലെ തുടർച്ചയായി 2 വട്ടം തോൽവി നേരിട്ടതും നിലമ്പൂർ നഗരസഭയിൽ UDF-നുണ്ടായ കടുത്ത പരാജയവും ആര്യാടൻ പക്ഷത്തിന്റെ വിലപേശൽ തന്ത്രത്തിന് തിരിച്ചടിയായി. ഉമ്മൻചാണ്ടിക്കൊപ്പം ജില്ലയിലെ A വിഭാഗത്തിലെ ഒരു വിഭാഗവും ആര്യാടൻ ഷൗക്കത്തിനെ തള്ളി VS ജോയിക്കൊപ്പമാണ്. നിലവിൽ DCC പ്രസിഡന്റ് താൽക്കാലിക ചുമതല വഹിക്കുന്ന E. മുഹമ്മദ് കുഞ്ഞിയാണ് A ഗ്രൂപ്പിൽ ആര്യാടൻ വിരുദ്ധപക്ഷത്തിന് ചുക്കാൻ പിടിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തിനെ തഴഞ്ഞാൽ കോൺഗ്രസിനുള്ളിൽ ഒരു പൊട്ടിത്തെറിയുണക്കുള്ള സാധ്യതയും നിൽക്കുന്നുണ്ട്. നിർദ്ദിഷ്ട തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ സെമി ഹൈസ്പീഡ് റെയിൽ കോറിഡോർ പദ്ധതിയുമായി ബന്ധപ്പെട്ട തിരൂർ തൃക്കണ്ടിയൂർ നിവാസികളുടെ ആശങ്ക അകറ്റണമെന്ന് നോർത്ത് ഈസ്റ്റ് തൃക്കണ്ടിയൂർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. നിർദ്ദിഷ്ട തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ സെമി ഹൈസ്പീഡ് റെയിൽ കോറിഡോർ റെയിലുമായി ബന്ധപ്പെട്ട തിരൂർ തൃക്കണ്ടിയൂർ പ്രദേശവാസികളുടെ ആശങ്ക അകറ്റണമെന്ന് നോർത്ത് ഈസ്റ്റ് തൃക്കണ്ടിയൂർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. പദ്ധതിയുടെ വിശദ രൂപരേഖ ജനങ്ങൾക്ക് ചർച്ചയ്ക്കായി നൽകണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഇതിന്റെ അധികാരികളോട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് ജനങ്ങൾക്കുള്ള ഇതിന്റെ ആശങ്ക തീർക്കണമെന്നാണ് നമ്മൾ ഇത് പറയുന്നത്. ഏത് ഭാഗത്തു കൂടിയാണ് പോകുന്നത്, എങ്ങനെയാണ് പോകുന്നത്, ഇതിന്റെ മറ്റുള്ള വശങ്ങൾ എന്താണ് എന്നൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രഥമ മീറ്റിംഗ് കൂടിയാണ് നമ്മളിന്ന് നമ്മുടെ കുടുംബ കൂട്ടായ്മ നെറ്റ്വായി ഇവിടെ ഇന്ന് തുടക്കം കുറിക്കുന്നത് എന്ന് മാത്രമേ ഇപ്പോൾ ഞാൻ പറയുന്നുള്ളൂ. കേരളത്തിലെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടത് സമഗ്രമായ ഗതാഗത നയവും അതിനനുസൃതമായ പ്രവർത്തനങ്ങളുമാണ്. പൊതുഗതാഗതത്തെ കേന്ദ്രമാക്കിയാവണം അത്തരമൊരു നയം ആസൂത്രണം ചെയ്യേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കാനും അധികാരികളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനും യോഗം തീരുമാനിച്ചു. MP സുരേഷ് അധ്യക്ഷനായിരുന്നു. കർമ്മസമിതിക്ക് രൂപം നൽകാൻ ജില്ലാ റെസിഡൻസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് KK അബ്ദുറസാഖ് ഹാജിയെ തെരഞ്ഞെടുത്തു. സെക്രട്ടറി KP നസീം മാസ്റ്റർ, V ഷമീർ ബാബു, EV കുത്തുബുദ്ദീൻ, VV ഗോപാലൻ, VP ശശിധരൻ, A മാധവൻ മാസ്റ്റർ, M മമ്മിക്കുട്ടി, പാറയിൽ ബാനുപ്പ, KP സൗജിത്ത, KM അഷ്റഫ് മാസ്റ്റർ, KK അബ്ദുൽ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഇടവേള. മലബാർ സമര പോരാളികളെ രക്തസാക്ഷി പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാനുള്ള നടപടികളുമായി കേന്ദ്രം. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ആലി മുസിയർ എന്നിവർ ഉൾപ്പെടെ 387 പോരാളികളെ സ്വതന്ത്ര സമര രക്തസാക്ഷി പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനാണ് ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ശുപാർശ ചെയ്തിട്ടുള്ളത്. ചരിത്രങ്ങളെ വളച്ചൊടിക്കാൻ മാത്രം ശീലിച്ച സംഘപരിവാർ ഭരണകൂടത്തിൽ നിന്ന് പുതിയ ഒരു നീക്കം കൂടി ഉണ്ടാവുകയാണ്. ചരിത്രം വളച്ചൊടിക്കുകയല്ലാതെ ഇന്നുവരെ ചരിത്രം നിർമ്മിച്ചിട്ടില്ലാത്തവർ ചരിത്രത്തോട് കാട്ടുന്ന ഏറ്റവും വലിയ അനീതിയാണ് മലബാർ സമര പോരാട്ടങ്ങളുടെ നേതാക്കളെ സ്വാതന്ത്ര്യ സമര രക്തസാക്ഷികളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിനു കീഴിലുള്ള ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ചാണ് സ്വാതന്ത്ര്യ സമര ചരിത്രം വളച്ചൊടിച്ച് മലബാർ സമര നേതാക്കളായ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ആലി മുസ്ലിയാർ എന്നിവരുൾപ്പെടെ 387 പോരാളികളെ സ്വാതന്ത്ര്യ സമര രക്തസാക്ഷി പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ശുപാർശ നൽകിയത്. മലബാർ സമരത്തിന്റെ 100ാം വാർഷിക വേളയിലാണിതെന്നതും ശ്രദ്ധേയമാണ്.
ബ്രിട്ടീഷ് ആധിപത്യവും ജാതി ജന്മിത്ത ചൂഷണവും ഇല്ലാതാക്കി സ്വതന്ത്ര ജീവിതം സാധ്യമാക്കുകയായിരുന്നു 1921 മലബാർ സമര പോരാട്ടങ്ങളുടെ ലക്ഷ്യം. അതിന് നേതൃത്വം നൽകിയ മനുഷ്യസ്നേഹിയായിരുന്നു വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. സാമ്രാജ്യത്വവും അതിനെ സഹായിക്കുന്നവരുമായിരുന്നു അദ്ദേഹത്തിന്റെ ശത്രുക്കൾ. സാധാരണക്കാരോട് ജാതി മത ഭേദമില്ലാതെ ആത്മബന്ധം പുലർത്തിയിരുന്നു വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. മതമൈത്രിയുടെ കാവലാളായിരുന്നു ആലി മുസ്ലിയാർ. ബ്രിട്ടീഷ് ഭീകരതയിൽ നിന്ന് നാടിന് അഭയമായ നേതാവ്. 1922 ഫെബ്രുവരി 17 കോയമ്പത്തൂർ ജയിലിൽ ആലി മുസ്ലിയാരെ തൂക്കിലേറ്റി. സാമ്രാജ്യത്വ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മലബാർ സമരകാലത്ത് ഉയർന്നിരുന്നില്ലെന്ന ICHR സമിതി കണ്ടെത്തലും വിചിത്രമാണ്. സമരകാലത്ത് അറസ്റ്റിലായവരുടെ മേൽ ചുമത്തിയ കുറ്റം ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ പ്രവർത്തിച്ചുവെന്നതാണ്. ഇതിന് ബ്രിട്ടീഷ് അധികാരികളുടെ തന്നെ രേഖകളും തെളിവായുണ്ട്. പ്രത്യേക കോടതികൾ സ്ഥാപിച്ച് വിചാരണയ്ക്ക് ശേഷമാണ് സമര നേതാക്കളെ അറസ്റ്റ് ചെയ്തതും വധശിക്ഷ നടപ്പിലാക്കിയതും. അത് മാനിക്കാതെ സാമുദായിക കലാപം മാത്രമാക്കി മലബാർ സമരത്തെ ചിത്രീകരിക്കുന്നത് ചരിത്രത്തെ കാവ്യവത്കരിക്കാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണെന്ന് നിസ്സംശയം പറയാം. ഖിലാഫത്ത് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഉണ്ടായതെന്ന ICHR 3-അംഗ സമിതിയുടെ നിരീക്ഷണവും മണ്ടത്തരമാണ്. മതപരിവർത്തനമായിരുന്നു ലക്ഷ്യമെന്നും ദേശീയത ഉള്ളടക്കമല്ലായിരുന്നുവെന്നും റിപ്പോർട്ട് വിലയിരുത്തുന്നു. മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഉൾക്കൊണ്ടിട്ടുമുണ്ട്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അടക്കം 387 മലബാർ സമര നേതാക്കളെ രക്തസാക്ഷി നിഘണ്ടുവിൽ നിന്ന് ഒഴിവാക്കുന്നതിനെതിരെ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. തിരുവങ്ങാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചമാൾ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഷെരീഫ് വടക്കയിൽ ഉദ്ഘാടനം ചെയ്തു. നിലപാടിൽ പ്രതിഷേധിക്കുക. ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് പുറത്തുവിട്ട നിഘണ്ടുവിന്റെ 5-ാം വാല്യത്തിലെ എൻട്രികൾ അവലോകനം ചെയ്ത 3-അംഗ പാനലാണ് മലബാർ സമര നായകരായ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അലി മുസ്ലിയാർ ഉൾപ്പെടെയുള്ള 387 രക്തസാക്ഷികളെ സ്വതന്ത്ര സമര രക്തസാക്ഷികളുടെ നിഘണ്ടുവിൽ നിന്നും നീക്കം ചെയ്തത്. 1921 സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമല്ലെന്നും സമിതി പറഞ്ഞിരുന്നു. ഇതിനെതിരെയാണ് യൂത്ത് ലീഗ് പ്രകടനം നടത്തിയത്. സമിതിയുടെ കണ്ടെത്തൽ ഫാസിസ ഭരണകൂടത്തെ തൃപ്തിപ്പെടുത്താനാണെന്നും ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ ഷൂ നക്കി രാജ്യത്തെ ഒറ്റിക്കൊടുത്തവരാണ് രാജ്യത്തെ ഫാസിസ്റ്റുകളെന്നും അവരുടെ നിഘണ്ടു അംഗീകരിക്കില്ലെന്നും യൂത്ത് ലീഗ് പറഞ്ഞു. തിരുവങ്ങാടി നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി UA റസാഖിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഷെരീഫ് വടക്കയിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അജണ്ടകൾ എന്ന് പറയുന്നത് 10-20 ദിവസത്തേക്ക് മാത്രം നിലനിൽക്കുന്ന അജണ്ടകളല്ല. RSS ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് 100 വർഷങ്ങൾക്കും 1000 വർഷങ്ങൾക്കും നിലനിൽക്കുന്ന അജണ്ടകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ നിർണായകമായിട്ടുള്ള പല ഏടുകളിൽ നിന്നും മുസ്ലിം നാമധാരികളെയും അടക്കി മാറ്റുന്ന തരത്തിലേക്ക് ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇരുവരങ്ങാടിയിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇരുവരങ്ങാടിയുടെ മണ്ണിലാണ് 1921 മലബാർ സമരം നടന്നിട്ടുള്ളത്. ഈ തിരുവരങ്ങാടിയിലെ മലബാർ സമരം നടന്ന ആ മലബാർ സമരത്തെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് ഈ മലബാർ സമരം എന്ന് പറയുന്ന സമരം സ്വാതന്ത്ര്യ സമരമല്ല എന്നും ആ മലബാർ സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ബ്രിട്ടീഷുകാർക്ക് പോരാടിയിട്ടുള്ള ആലി മുസ്ലിയാരെയും അതുപോലെ തന്നെ വാര്യംകുന്നത്തിനെയും സ്വാതന്ത്ര്യ സമര സേനാനികളായി എന്ന് പറഞ്ഞുകൊണ്ട് ആ ചരിത്രത്തിന്റെ കേടുകളെന്ന് വിട്ടുമാറ്റുമ്പോ BJP-ക്കാരും അമിത്ഷയും മോഡിയും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടുത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്ക് അവരെ വ്യക്തിമാറ്റാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതുണ്ട്. ഇവിടെ കഴിഞ്ഞ ഓഗസ്റ്റ് 19-ാം തീയതി തൊട്ടപ്പുറത്ത് അജൂർ കച്ചേരിയുണ്ട്. ആ അജൂർ കച്ചേരിയിലേക്ക് മാർച്ച് നടത്തപ്പെട്ടപ്പോ ഇവിടുത്തെ നമ്മുടെ ആയുധീരായുധായിരുന്ന പ്രവർത്തകന്മാർ മലബാർ സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള നമ്മുടെ പൂർവികന്മാർ ആദ്യമായി ഈ രാജ്യത്തിന് സംബന്ധിച്ചപ്പോ ഈ രാജ്യത്തിനെതിരെ ശ്രദ്ധിച്ചപ്പോ യുദ്ധകാരനായപ്പോ ഈ മൊയ്തീൻ എന്ന് പറയുന്ന പോലീസുകാരനാണ്, ബ്രിട്ടീഷുകാരന്റെ സിപ്പാഹിയാണ് ആദ്യമായി കൊല ചെയ്തിട്ടാണ് അതിനകത്തേക്ക് കടന്നു ചെന്നിട്ടുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രതിഷേധ സംഗമത്തിൽ അനീസ് കൂരിയാടൻ, അസീസ് അമ്മാറമ്പത്ത്, CH അബൂബക്കർ, സിദ്ദീഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രകടനത്തിന് അനീസ്, PK ഷമീം, ഷുഹൈബ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ പ്രദേശത്തെ എല്ലാവരും ഇതുവരെ എഴുതിയ എല്ലാ പുസ്തകങ്ങളിലും അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നുള്ള നിലക്ക് അവരുടെ കുടുംബങ്ങൾക്ക് പെൻഷൻ വരെ അനുവദിച്ചു പോന്നിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു കേരളം.
പക്ഷേ ഇന്ന് ഇറങ്ങിയ ഇന്ത്യൻ റിസർച്ച് സെന്റർ പുറത്തിറക്കിയ ആ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിലെ 5-ാം വാള്യം, ഇത് മൂന്നംഗ സമിതി പരിശോധിച്ച് ഈ 5-ാം വാള്യത്തിൽ നിന്നും ആലിം മുസ്ലിയാരെയും അതുപോലെ തന്നെ വാരിയക്കുന്നത്ത് കുഞ്ഞഹമ്മദ് ആജിയെയും നീക്കം ചെയ്തു എന്നുള്ള വാർത്തകളാണ് ഇന്നലെ ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്തത്. 1921 സമരത്തെ അതൊരു വർഗീയ സമരമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരിക്കുന്നു. സ്വാതന്ത്ര്യ സമര രക്തസാക്ഷികളുടെ പട്ടികയിൽ നിന്ന് മലബാർ സമര നായകരെ വെട്ടിമാറ്റിയ കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് ഒഴൂർ പഞ്ചായത്ത് കമ്മിറ്റി പുൽപ്പറമ്പിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. ഒഴൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുൽപ്പറമ്പിൽ നടന്ന പ്രതിഷേധ സായാഹ്നം മണ്ഡലം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി വി കെ ജലീൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ ചരിത്രം മാറ്റുന്നു, അതുപോലെ തന്നെ സ്മാരകങ്ങളുടെ പേരുകൾ മാറ്റുന്നു. അങ്ങനെ രാജ്യം അവസാനമായിട്ട് എല്ലാ രീതിയിലും ഒരു മതേതര ജനാധിപത്യ രാജ്യത്തിന്റെ ഈ സംവിധാനത്തെ തകിടം മറിക്കുന്നതിൻ്റെ ഓരോ ഉദാഹരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ പ്രതിസന്ധി വരുമ്പോൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ നമുക്കറിയാം രാജ്യം വലിയ പ്രതിസന്ധിയിലാണ്. രാജ്യം കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയിൽ അകപ്പെടുമ്പോഴും ഭരണാധികാരികൾ ഇതിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് പകരം വളരെ ആസൂത്രിതമായിട്ട്, വളരെ വിശദമായിട്ട് രാജ്യത്തിൻ്റെ ചരിത്രത്തെ വളച്ചൊടിക്കുന്നു. രാജ്യത്തിൻ്റെ പല സംവിധാനങ്ങളെയും ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഫാസിസ്റ്റുകളുടേതാക്കി മാറ്റിയിട്ട് ഉള്ള ഈ ശ്രമത്തിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയാണ് മുസ്ലിം യൂത്ത് ലീഗ്. സെയ്ദലവി തൊട്ടിയിൽ, ജാബിർ എൻ, സിറാജുദ്ദീൻ നദവി, ഇസ്മായിൽ, പി കെ ഷമീർ കോറാട്, അസ്റുദ്ദീൻ എൻ വി, ഉസ്മാൻ മച്ചികൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ലത്തീഫ് ചിറയിൽ, ഉനൈസ് കരിങ്കപ്പാറ, അഷ്റഫ് തലകട്ടൂർ, എൻ വി സലാം, ഇല്യാസ്, ഷഫീഖ്, സൽമാൻ, സാദിഖ്, ഇക്ബാൽ കുറ്റിപ്പുറം തുടങ്ങിയവർ നേതൃത്വം നൽകി. കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് തിരു മുനിസിപ്പൽ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. സ്വാതന്ത്ര്യ സമര രക്തസാക്ഷികളുടെ പട്ടികയിൽ നിന്ന് മലബാർ സമര നായകരെ വെട്ടിമാറ്റിയ കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് തിരു മുനിസിപ്പൽ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. വാഗൺ ട്രാജഡി ടൗൺ ഹാൾ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. ചരിത്രം വളച്ചൊടിച്ച് രാജ്യത്തിനു വേണ്ടി ജീവൻ അർപ്പിച്ച ധീരദേശാഭിമാനികളായ മലബാറിലെ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പേരുകൾ വെട്ടിമാറ്റാനുള്ള നടപടികൾ മതേതര ജനാധിപത്യ വിശ്വാസികൾ ചെറുത്തുതോൽപ്പിക്കണമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് തിരു മുനിസിപ്പൽ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. രാജ്യത്തിനു വേണ്ടി ജീവനും സ്വത്തുമെല്ലാം നൽകി രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത, ആ രാജ്യത്തിന് വേണ്ടി ജീവനും രക്തവും നൽകിയ ആ സ്വതന്ത്ര സമര സേനാനികളെയാണ് നരേന്ദ്രമോദി RSSന്റെ ജൽപ്പനങ്ങൾക്ക് കൂട്ടുനിന്ന് ഈ ഇമാതിരി തമ്മാടിത്തരം നടത്തിയിട്ടുള്ളത്. ഒന്നേ പറയാനുള്ളൂ, രക്തം കൊടുത്ത ചരിത്രം ചാണകം കൊണ്ട് തേച്ചാൽ പോവില്ല എന്ന് മാത്രമാണ് മുസ്ലിം യൂത്ത് ലീഗിന് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇത് ഇനിയും മുന്നോട്ടുള്ള സമരത്തിനുള്ള ഒരു തുടക്കമാണ്. നമുക്കറിയാം, പൗരത്വ ബില്ലായിക്കോട്ടെ, ഇതുവരെയുള്ള ഈ മോദി സർക്കാർ വന്നതിന് ശേഷം ഒരു സമുദായത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളും ഞങ്ങൾ നോക്കിക്കാണുകയാണ്. ഇത് രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയ സ്വതന്ത്ര സമര സേനാനികളെ പോലും വെറുതെ വിടുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കെ റിയാസ്, അസീം ചമ്ര, അൻവർ പാറയിൽ, ടി ബാബു, CP ബാദുഷ, PK മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. മഹാനായ മോഴിക്കുന്നത്ത് ബ്രഹ്മദത്ത നമ്പൂതിരിപ്പാട് മുതൽ ഇപ്പോഴത്തെ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ആജി വരെ അറസ്റ്റ് വരിച്ചത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ മാപ്പിള ഔട്ട്റേസ് ആക്ട് പ്രകാരമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ബ്രിട്ടീഷുകാർ നിയമം മൂലം നടപ്പിലാക്കിയ നിയമങ്ങളോടുകൂടി അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയെ പരിഹസിക്കാൻ ഇന്നാട്ടിലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ധീരോദാത്തമായ രക്തസാക്ഷിത്വം വഹിച്ച ഇവിടുത്തെ ഞങ്ങളുടെ പ്രപിതാക്കന്മാരെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്ന് ഒറ്റിക്കൊടിക്കാനാണ് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന സംഘപരിവാർ ശക്തികളുടെ ശ്രമമെങ്കിൽ ഏത് വിധേനയും അത് ചെറുത്തു തോൽപ്പിക്കാൻ മുസ്ലിം യൂത്ത് ലീഗ് മുമ്പിലുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സലാം കല്ലിങ്ങൽ, ഹാരിസ് അനാര, അഷ്കർ അനാര, കരീം ഐനിക്കാട്ടിൽ, AK മുസമ്മിൽ എന്നിവർ നേതൃത്വം നൽകി. തിരുപ്പച്ചാട്ടിരിയിൽ പുതുതായി സ്ഥാപിച്ച ട്രാൻസ്ഫോർമർ അപകടാവസ്ഥയിൽ. KSCB സെക്ഷൻ ഓഫീസിൽ പരാതി നൽകിയെങ്കിലും പരിഹാരമുണ്ടായില്ലെന്ന് നാട്ടുകാർ. പുതുതായി സ്ഥാപിച്ച ട്രാൻസ്ഫോർമറിന്റെ ഫീസ് ബോക്സിന്റെ ഡോർ അടർന്നു വീണ നിലയിലാണ്. ട്രാൻസ്ഫോർമറിനോട് ചേർന്നാണ് ഓട്ടോ സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഉയരമില്ലാതെയാണ് സ്ഥാപിച്ചതെന്നും വലിയ രീതിയിലുള്ള അപകടങ്ങൾക്ക് കാരണമാകുമെന്നും ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ വെട്ടം KSCB സെക്ഷനിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടി ഉണ്ടാവാത്തതിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ.
തലക്കാട് മാങ്ങാട്ട് ശ്രീനാരായണ ഗുരു ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ചതയ ദിനാഘോഷവും ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു. പ്രദേശത്തു നിന്നും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. മാങ്ങാട്ട് ശ്രീനാരായണ ഗുരു സ്മാരക ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ചതയ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് എ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ മുഖ്യാതിഥിയായിരുന്നു. വാർഡ് മെമ്പർ അനിത, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഷറഫുദ്ദീൻ, ടി കെ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. UP ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ ബഷീർ PO തിരൂർ ഗുരു അനുസ്മരണ പ്രഭാഷണം നടത്തി. കുട്ടികളോടും രക്ഷാകർത്താക്കളോടും എന്ന വിഷയത്തിൽ നിഷ പന്താവൂർ ക്ലാസ് എടുത്തു. ദിശ ഗൈഡൻസ് ക്ലാസ്സിന് KP ലുക്കുമാൻ നേതൃത്വം നൽകി. പരീക്ഷകൾ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരവും നൽകി. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. കോവിഡിന്റെ മറവിൽ ജനത്തെ പിഴിഞ്ഞ് ഖജനാവ് നിറയ്ക്കാൻ നിർദ്ദേശം നൽകുന്ന സർക്കാർ നയത്തിൽ പ്രതിഷേധിച്ച തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ ധർണ നടത്തി. തിരൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന ധർണ കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. കോവിഡിന്റെ മറവിൽ ജനത്തെ പിഴിഞ്ഞ് ഖജനാവ് നിറയ്ക്കാൻ പോലീസുകാർക്ക് ടാർഗറ്റ് നൽകുന്ന സർക്കാർ നയത്തിൽ പ്രതിഷേധിച്ചാണ് തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികൾ തിരൂർ സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. തിരൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ വീണ്ടും ഒരു അവസരം കൂടി കിട്ടിയപ്പോഴോടുകൂടി ഇടതുപക്ഷത്തിന്റെ സർക്കാർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? കൊരങ്ങിന് പൂമാല കിട്ടിയ പോലെ എന്നൊരു ചൊല്ലുണ്ട്. ഇവിടെയുള്ള അധികാരങ്ങൾ ദുർവിനിയോഗം ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഭരണഘടനാനുസൃതമായി സ്ഥാപിക്കപ്പെട്ട പ്രാദേശിക ഭരണകൂടങ്ങളെ പുച്ഛിക്കുന്ന നയമാണ് പിണറായി സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നോ രണ്ടോ അല്ല, വളരെ പ്രധാനപ്പെട്ട 4-5 അധികാരങ്ങൾ പ്രാദേശിക ഭരണകൂടത്തിനുള്ളത് ഈ ഗവൺമെന്റും തൊട്ടു മുമ്പത്തെ ഇടതുപക്ഷ ഗവൺമെന്റുമായി എടുത്തു കളഞ്ഞു. മദ്യം ഷാപ്പുകൾ തുടങ്ങാനുള്ള തീരുമാനമെടുക്കാൻ നിർദ്ദേശിക്കുവാനുള്ള അവകാശം പ്രാദേശിക ഭരണകൂടത്തിനുണ്ടായിരുന്നു. അത് ഏറെ നാട് ചർച്ച ചെയ്തതാണ്. വ്യവസായങ്ങൾ തുടങ്ങാൻ ലൈസൻസ് അനുവദിക്കുവാൻ ഇവിടെ നിർദ്ദേശം ഗ്രാമപഞ്ചായത്തിന് വേണ്ടിയിരുന്നു, മുനിസിപ്പാലിറ്റിയുടെ വേണ്ടിയിരുന്നു. ഇപ്പോഴത് വേണ്ട, നീക്കം ചെയ്തു. ജനപ്രതിനിധികൾക്കൊപ്പം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ഭാരവാഹികളും ധർണയിൽ പങ്കെടുത്തു. പി സൈദലി മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. വെട്ടം ആലിക്കോയ, കൊക്കോടി മൊയ്തീൻകുട്ടി ഹാജി, ഉസ്മാൻ പറവണ, CM അലി ഹാജി, E സക്കീർ മാസ്റ്റർ, AK സൈദാലിക്കുട്ടി, KK റിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. നീന്തൽ സർട്ടിഫിക്കറ്റിന് സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരം വേണമെന്ന നിബന്ധനയുണ്ടാക്കി വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും നെട്ടോട്ടമോടിക്കുകയാണ് സർക്കാർ. കോവിഡ് ചികിത്സയ്ക്ക് സർക്കാർ ആശുപത്രിയിൽ ഫീസ് ഈടാക്കാനാണ് സർക്കാർ നീക്കം. ഇത് സർക്കാരിന്റെ ധാർഷ്ട്യമാണെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. വിവിധ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരായ AP നസീമ, KP വഹീദ, PC നജ്മത്ത്, സിനോബിയ, KP സുഹറ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഫാത്തിമത്ത് സജ്ന, KK സലാം മാസ്റ്റർ, ബഷീർ അടിയാട്ടിൽ, ബിജിത, നാസർ മുപ്പൻ, പ്രസന്ന, റഫ്സൽ പാറയിൽ, ഷെരീഫ്, CT ഷൗക്കത്ത് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി. കോവിഡ് പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലും രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ച് DYFI കൂട്ടായി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ ജില്ലാ ആശുപത്രി രക്തബാങ്കിലേക്ക് രക്തം നൽകിയത്. DYFI തിരൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിലേക്ക് മുടങ്ങാതെ നൽകി വരുന്ന രക്തദാന ക്യാമ്പയിനിൽ DYFI കൂട്ടായി മേഖലാ കമ്മിറ്റിയാണ് രക്തം നൽകിയത്. വരും കാലങ്ങളിലും സമാനമായ പ്രവർത്തനങ്ങളുമായി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ DYFIയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 18 മേഖലാ കമ്മിറ്റികൾ വിവിധ ഘട്ടങ്ങളിലായി ഇവിടെ രക്തം ദാനം ചെയ്തു കഴിഞ്ഞു. അതിന്റെ ഘട്ടം എന്നുള്ള രീതിയിലാണ് DYFIയുടെ കൂട്ടായി മേഖലാ കമ്മിറ്റി ഇന്നിവിടെ വിവിധ ഗ്രൂപ്പുകളിൽ ഈ ഹോസ്പിറ്റലിൽ ആവശ്യപ്പെട്ട രക്തം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഇനി വരും ദിവസങ്ങളിൽ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് ബ്ലഡ് പ്രതിസന്ധി നേരിട്ടപ്പോഴാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ DYFIയുടെ ഭാഗത്തുനിന്നുണ്ടായത്. DYFI കൂട്ടായി മേഖലാ സെക്രട്ടറി VK തുഫൈൽ, മേഖലാ പ്രസിഡന്റ് KP ഫഹദ, AV ആബിദ്, ഷിബിൻ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. തിരുപയ്യനങ്ങാടിയിൽ വീട്ടുവളപ്പിലെ കിണറ്റിൽ വീണ പന്നിയെ രക്ഷപ്പെടുത്തി. പയ്യനങ്ങാടി മൈലാഞ്ചിക്കാട് റോഡിലെ മകത്തിങ്ങൽ മുഹമ്മദിലെ വീട്ടുവളപ്പിലെ ഉപയോഗശൂന്യമായ കിണറ്റിലാണ് പന്നി വീണത്.
പയ്യനങ്ങാടി മൈലാഞ്ചിക്കാട് റോഡിലെ മണ്ടകത്തിങ്കൽ മുഹമ്മദ് അലിയുടെ വീട്ടുവളപ്പിലെ ഉപയോഗശൂന്യമായ കിണറ്റിലാണ് പന്നി വീണത്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം. രാവിലെ മുറ്റമടിക്കുന്നതിനിടയിൽ കിണറ്റിനുള്ളിൽ ശബ്ദം കേട്ടതോടെയാണ് വീട്ടുകാർ സംഭവം അറിയുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വിവരമറിയിച്ചതിനെ തുടർന്ന് ഉച്ചയ്ക്ക് 1:30 നാട്ടുകാരും നിലമ്പൂരിൽ നിന്നെത്തിയ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസേഴ്സ് ചേർന്നാണ് സാഹസികമായി രക്ഷപ്പെടുത്തിയത്. കരക്ക് കയറ്റാനായി കയർ കെട്ടി വലിക്കുന്നതിനിടെ കയർ പൊട്ടിയതോടെ പന്നി വീണ്ടും കിണറ്റിലേക്ക് വീണതിനെ തുടർന്ന് ഏറെ സാഹസികമായാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ചെറിയ കാര്യമാണെന്നാ ഇവനൊന്നും കളിക്കാനില്ല. നമുക്ക് നല്ല ആദ്യമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുന്നതെന്ന് വീട്ടുകാർ പറഞ്ഞു. മിനിഞ്ഞാന്ന് കല്യാണം കഴിഞ്ഞ വീടാണ്. അതേപോലെ തന്നെ മറ്റേ രാവിലെ കുട്ടികളെ മുറ്റടിക്കാൻ വന്നപ്പോൾ ഒരു അപശബ്ദം കേട്ടപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചപ്പോൾ ഇതാണ് കണ്ടത്. ഞങ്ങളിവിടെ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടപ്പോൾ അവരാണ് ഞങ്ങൾക്ക് നിലമ്പൂർ ഫോറസ്റ്റിൻ്റെ RRTൻ്റെ ടീമിൻ്റെ നമ്പർ തന്നത്. അതുമായി ബന്ധപ്പെട്ട് അവർ ഞങ്ങൾ വിളിച്ച സ്പോട്ട് വെച്ചിട്ട് അവർ ഞങ്ങളുമായിട്ട് വീണ്ടും ഇങ്ങോട്ട് വിളിച്ച് ഞങ്ങൾ വരാൻ കുറച്ച് വൈകും, ഞങ്ങൾക്കൊരു പ്രോഗ്രാം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ എത്തുമെന്ന് പറഞ്ഞ് അവർ കറക്റ്റ് ടൈമിലെത്തി. എല്ലാവരുടെ സഹായ സഹകരണത്തോടുകൂടി അതിനെ ഞങ്ങൾ വണ്ടി കയറ്റി ഇന്നിപ്പോൾ അവർ ഫോറസ്റ്റിൽ വിടാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുപോകണം. SLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ശിഹാബ് തങ്ങൾ കൾച്ചറൽ സെന്റർ വരമ്പിങ്ങിൽ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം നസീബ അസീസ് ഉദ്ഘാടനം ചെയ്തു. കൽപ്പകഞ്ചേരി പഞ്ചായത്ത് 17-ാം വാർഡിൽ SSLC+2 പരീക്ഷകൾ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ശിഹാബ് തങ്ങൾ കൾച്ചറൽ സെന്റർ വരമ്പിങ്ങൽ മെമന്റോ നൽകി അനുമോദിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം നസീബ അസീസ് മയ്യേരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പള്ളിമാലിൽ ആലിയാമുട്ടി അധ്യക്ഷനായിരുന്നു. പൊട്ടേങ്ങൽ റഷീദ്, KK ബാപ്പുട്ടി ഹാജി, CK ലത്തീഫ്, MT ബാവ ഹാജി, മക്ബൂൽ പൊട്ടേങ്ങൽ, കൈതക്കൽ ഹംസു ഹാജി, KK ഫൈസി എന്നിവർ സംസാരിച്ചു. MT അബ്ദുറഹ്മാൻ, പള്ളിമാൽ ഹസൻ, KK റഫീഖ്, N ആഷിഖ്, PM മുസ്തഫ, MT കുഞ്ഞു, റഫീഖ് മാടാട്ടിൽ, സഫീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബിപിയങ്ങാടി SNDP യോഗം ശാഖയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ 167ാമത് ഗുരുജയന്തി ആഘോഷിച്ചു. SNDP യോഗം ബിപിയങ്ങാടി ശാഖയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ 167ാമത് ഗുരുജയന്തി ആഘോഷിച്ചു. ശാഖാ ഓഫീസിൽ പ്രത്യേക പൂജയും പ്രാർത്ഥനയും നടന്നു. കോവിഡ് മാനദണ്ഡ പ്രകാരം നടത്തിയ ജയന്തി ആഘോഷം SNDP യോഗം തിരു യൂണിയൻ പ്രതിനിധി മണ്ണത്ത് മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ സെക്രട്ടറി KP ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ശാഖാ പ്രസിഡന്റ് ചെറിയമുണ്ടത്ത് ഷാബു, T മോഹനൻ മാസ്റ്റർ, M രജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ കുതിച്ചുയർന്ന കോവിഡ് കണക്കുകൾ. പ്രതിദിന രോഗികളുടെ എണ്ണം 24,296 ഉയർന്നു. DPR 18.04% എന്ന കൂടിയ നിരക്കിലെത്തി. 173 മരണങ്ങൾ സ്ഥിരീകരിച്ചു. 19,349 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്ത് ഇന്ന് 24,296 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. എറണാകുളം 3,149, തൃശൂർ 3,046, കോഴിക്കോട് 2,875, മലപ്പുറം 2,778, പാലക്കാട് 2,212, കൊല്ലം 1,762, കോട്ടയം 1,424, തിരുവനന്തപുരം 1,435, കണ്ണൂർ 1,418, ആലപ്പുഴ 1,107, പത്തനംതിട്ട 1,031, വയനാട് 879, ഇടുക്കി 612, കാസർഗോഡ് 518 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,34,706 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 18.04. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 173 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 19,757 ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 118 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 22,775 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,313 പേരുടെ സമ്പർക്കരോഗം വ്യക്തമല്ല. 90 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 19,349 പേർ രോഗമുക്തി നേടി. മലപ്പുറത്തും കുതിച്ചുയർന്ന കോവിഡ് കണക്കുകൾ. 2,778 പേർക്കാണ് രോഗം ബാധിച്ചത്. DPR വീണ്ടും കുതിച്ചുയർന്നു. 19.83%. 3,025 പേർ രോഗമുക്തരായി. ജില്ലയിൽ ഇതുവരെ 1,955 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ജില്ലയിൽ ചൊവ്വാഴ്ച 19.83% കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 2,778 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. 3,025 പേർ കോവിഡ് ബാധയ്ക്ക് ശേഷം രോഗമുക്തരായി. ഇതോടെ വിദഗ്ധ പരിചരണത്തിന് ശേഷം ജില്ലയിൽ കോവിഡ് മുക്തരാവുന്ന സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവരുടെ എണ്ണം 4,45,299 പേരായി. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 2,678 പേർക്ക് രോഗികളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് വൈറസ് ബാധ. 33 പേർക്ക് വൈറസ് ബാധ ഉണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. വിദേശത്തെത്തിയ ഒരാൾക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ജില്ലയിൽ തിരിച്ചെത്തിയ 64 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്.
73,005 പേർ ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. ജില്ലയിൽ ഇതുവരെ 1955 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നിലവിലെ നിയന്ത്രണം തുടരാൻ തീരുമാനം. സമ്പൂർണ്ണ ലോക്ഡൌൺ ഞായറാഴ്ച മാത്രമായി തുടരും. കടകളുടെ പ്രവൃത്തി സമയം രാവിലെ 7 മുതൽ 9 വരെയാക്കി. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്ത് കൂടുതൽ കോവിഡ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തില്ല. നിലവിലെ നിയന്ത്രണങ്ങൾ തുടരാനും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ചേർന്ന കോവിഡ് അവലോകന യോഗത്തിൽ തീരുമാനമായി. ഞായറാഴ്ച ലോക്ഡൌണിൽ മാറ്റമുണ്ടാവില്ല. കടകൾക്ക് 7 മുതൽ 9 മണി വരെ തന്നെ പ്രവർത്തിക്കാം. അതേസമയം WIPR മാനദണ്ഡത്തിലും മാറ്റമുണ്ടാകില്ല. സംസ്ഥാനത്ത് അടുത്ത 4 ആഴ്ച അതീവ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരമാവധി പേർക്ക് വാക്സിൻ നൽകി സുരക്ഷിതമാക്കാനുള്ള ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ്. വാക്സിൻ എടുത്തുവെന്ന് കരുതി ആരും ജാഗ്രത കൈവിടരുതെന്നും ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരൂർ പോസ്റ്റൽ സൂപ്രണ്ടിന്റേത് തൊഴിലാളി ദ്രോഹ നടപടികളെന്ന് പ്രതിഷേധവുമായി ജീവനക്കാർ. സൂപ്രണ്ട് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. ധർണാ സമരം സൂചനയെന്ന് പ്രതിഷേധക്കാർ. താനാളൂർ പുളിക്കത്ത് കുഞ്ഞിപ്പാത്തുമ്മയുടെ മരണം സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരണമെന്ന് CPM. ഫോറൻസിക് റിപ്പോർട്ട് വൈകുന്നതിലും സംശയം. അന്വേഷണം മറ്റൊരു ഏജൻസിക്ക് കൈമാറണമെന്നും CPM താനാളൂർ ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. മലബാർ സമര പോരാളികളെ രക്തസാക്ഷി പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധം. യൂത്ത് ലീഗ് പ്രതിഷേധ സായനം സംഘടിപ്പിച്ചു. മതേതര ജനാധിപത്യ വിശ്വാസികൾ ചെറുത്തുതോൽപ്പിക്കണമെന്ന് യൂത്ത് ലീഗ്. കോവിഡിന്റെ മറവിൽ ജനത്തെ പിഴിഞ്ഞ് ഖജനാവ് നിറയ്ക്കാൻ നിർദ്ദേശം നൽകുന്ന സർക്കാർ നയത്തിൽ പ്രതിഷേധം. തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ തിരൂരിൽ ധർണ നടത്തി. കുതിച്ചുയർന്ന കേരളത്തിലെ പ്രതിദിന കോവിഡ് കേസുകളും DPR-ഉം. 24,296 പുതിയ രോഗികൾ. മലപ്പുറത്തും രോഗബാധ ഉയർന്നു. 2,778 പേർക്ക് രോഗബാധ. DPR 19.83%. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.